നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായിട്ട് നശിച്ചുപോയ കേരളത്തിന്റെ ആരോഗ്യ മേഖല ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു പിടിച്ചു എന്ന വലിയ രീതിയിൽ ആത്മവിശ്വാസം കാണിച്ച ഒരു നേതാവാണ് നമ്മുടെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ. കഴിഞ്ഞ ദിവസം അടക്കം മാധ്യമ പ്രവർത്തകർക്ക് മുൻപിൽ സ്വന്തം പാർട്ടി പ്രവർത്തകർക്ക് മുൻപിൽ വലിയ രീതിയിൽ വീമ്പിളക്കിയതും ഇതേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ്. റീലെടുത്തും വീണ വീട്ടിയും ഒക്കെയുള്ള പ്രശ്നങ്ങൾ മാത്രമായിരുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഈ 2 വർഷം കൊണ്ട് VD സർക്കാരിന്റെ നേതൃത്വത്തിൽ എല്ലാം ക്ലിയർ ചെയ്തു കൊണ്ടുവരികയാണെന്ന ആത്മവിശ്വാസത്തിൽ പറഞ്ഞ ആരോഗ്യമന്ത്രിയുടെ അതേ നാട്ടിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ സംഭവിച്ചു എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. പാലോട് ഒരു ഹോസ്പിറ്റലിൽ, ഒരു ഹെൽത്ത് സെന്ററിൽ പവർ കട്ട് സമയത്തുണ്ടായ ഒരു ചികിത്സ, അതായത് ടോർച്ച് കത്തിച്ച് ഒരാളുടെ മുറിവ് ചികിത്സിക്കുന്ന ഒരു രീതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഈ സംഭവം അടക്കം പുറത്തു വരുന്നത് ആരോഗ്യ മേഖലയിലെ ഏറ്റവും വലിയ പാളിച്ചകൾ തന്നെയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളെ പോലും വളരെ ഗൗരവകരമായിട്ട് എടുക്കേണ്ടുന്ന സാഹചര്യമായിട്ടും അതിനെയൊക്കെ നിസാരവൽക്കരിച്ച് തഗ്ഗടിക്കാൻ മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാൻ തോന്നുന്നത്. കാരണം പാലോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ അവിടെ ഒരു ചികിത്സയ്ക്കെത്തിയ ഒരാൾക്ക് ചികിത്സ കൊടുക്കേണ്ടുന്ന സമയത്ത് കറണ്ട് പോയി, ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യമായിരുന്നപ്പോൾ അവിടെ വന്നിരിക്കുന്ന ബൈസ്റ്റാൻഡറിനെ കൊണ്ട് മൊബൈലിൽ വെളിച്ചം അടുപ്പിച്ചുകൊണ്ട് അവരുടെ രോഗിക്ക് ചികിത്സ നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. സംഭവം എന്താണ് എന്നതിന്റെ വ്യക്തത വരുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു മറുപടിയുണ്ട്. അതായത് കറണ്ട് ഇല്ല എങ്കിൽ കറണ്ട് വന്നിട്ടാകാമല്ലോ ഓപ്പറേഷൻ, എന്തിനാണ് ഇത്ര ധൃതി പിടിക്കുന്നത് എന്ന്. ഒരു കാര്യം ഓർക്കുക, ചികിത്സയാണ്, അത് എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന്. ഇപ്പോൾ പാലോട് നടന്നിരിക്കുന്ന ഒരു സംഭവം, ഒരു മുറിവാണെങ്കിൽ അത് കുറച്ചു നേരം വേണമെങ്കിൽ നമുക്ക് സമയം തള്ളി നീക്കാൻ പറ്റുന്ന സാഹചര്യമാണ്. പക്ഷെ അതേ സമയത്ത് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള ഒരു ഓപ്പറേഷനാണ് നടക്കുന്നതെങ്കിൽ അപ്പോൾ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് അത് മാറ്റി വെക്കണമെന്നാണോ ആരോഗ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെയുണ്ട്. എന്തായാലും വളരെ മനുഷ്യന്റെ ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ, ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളെയൊക്കെ വളരെ നിസാരവൽക്കരിച്ച് മനുഷ്യന്റെ ജീവന് പോലും ഒരു വില നൽകാത്ത രീതിയിലാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഈ ഒരൊറ്റ പ്രസ്താവനയിലൂടെ മനസ്സിലായിരിക്കുന്നത്. എന്തായാലും വിഷയം വലിയ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു പോകുന്നു. വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ മുരളീധരനെതിരെയും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പാലോട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ മൊബൈൽ വെളിച്ചത്തിൽ രോഗിക്ക് ചികിത്സ നൽകിയ ഒരു സംഭവം അരങ്ങേറുന്നത്. രോഗിയുടെ മുറിവ് വെച്ച് കെട്ടുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അപകടത്തെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ പൂർത്തിയാക്കിയ ശേഷം മുറിവ് വെച്ചുകെട്ടാൻ പാലോട് CHSCയിൽ എത്തുകയായിരുന്നു വിതുര സ്വദേശി. ആ സംഭവത്തിൽ നിലവിൽ രോഗിക്ക് പരാതിയൊന്നുമില്ല എങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം നടന്നത് വലിയ പാളിച്ച തന്നെയാണ്. സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം വൈദ്യുതി മുടങ്ങിയ സാഹചര്യത്തിൽ ജനറേറ്റർ കൂടി കേടായതോടെയാണ് മൊബൈൽ ടോർച്ച് വെളിച്ചത്തിൽ രോഗിക്ക് ചികിത്സ നൽകേണ്ടി വന്നതെന്നാണ് ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ള വിശദീകരണം. ജനറേറ്ററിന് സംഭവിച്ച കേടുപാട്, കാലപ്പഴക്കം എന്നിവയിൽ അന്വേഷണം നടത്തിയേക്കുമെന്നാണ് സൂചനകൾ. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ആരോഗ്യവകുപ്പിന് വീണ്ടും നാണക്കേടായിരിക്കുകയാണ്. സംസ്ഥാനത്ത് സ്ഥിരമായ വൈദ്യുതി മുടക്കം ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെയും ബാധിക്കുന്നുണ്ട്. പാലോട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ വൈദ്യുതി മുടങ്ങിയത് കാരണം മൊബൈൽ വെളിച്ചത്തിൽ രോഗിയുടെ മുറിവ് വച്ചു കെട്ടിയത് അതിനൊരു ഉദാഹരണമാണ്. മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം വിതുര സ്വദേശി മുറിവ് വെച്ച് കെട്ടാനായി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിയപ്പോഴാണ് സംഭവം നടക്കുന്നത്. അവിടെ എത്തിയ സമയത്ത് വൈദ്യുതി പോകുന്നു. വൈദ്യുതി ഇല്ല എങ്കിലും തിരിച്ചയക്കാൻ മടിയുള്ളത് കൊണ്ട് തന്നെ രോഗിയുടെ ഒപ്പം വന്നയാളുടെ മൊബൈൽ ഫോൺ ടോർച്ചടിച്ച് ചികിത്സ നൽകുകയായിരുന്നു. ആശുപത്രി ജനറേറ്റർ ഉണ്ടെങ്കിലും അത് തകരാറിലാണ് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. അതേസമയം പവർ കട്ട് ഉണ്ടെങ്കിൽ ശസ്ത്രക്രിയ അതിനുശേഷം നടത്തണമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ ഇതിനുള്ള ഒരു പ്രതികരണം എന്നുള്ളതാണ് വിരോധാഭാസം. കഴിഞ്ഞ ദിവസം ഇന്നത്തെ സാഹചര്യത്തിൽ പവർ കട്ട് വേണ്ടി വന്നു. പക്ഷേ ആശുപത്രികളിലെ കാര്യങ്ങൾ മുടങ്ങാൻ പാടില്ല. പവർ കട്ട് ഉണ്ടെങ്കിൽ സർജറി അതിനുശേഷം നടത്താം. പവർ കട്ട് അരമണിക്കൂറേ ഉള്ളൂ, അല്ലെങ്കിൽ ജനറേറ്റർ വാങ്ങി വെക്കണം. അത് രണ്ടും ചെയ്യാതെ അലംഭാവം കാണിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ DHSനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള വിമർശനം ആരോഗ്യമന്ത്രിക്കെതിരെ നിലവിലുണ്ട്. അതായത് നമുക്കറിയാം, DYFIയുടെ പൊതിച്ചോറ്, ആ ഒരു സംഭവം, ആ ഒരു പദ്ധതി കൊണ്ടുവന്നിട്ട് വർഷങ്ങളായി വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനം ആരെങ്കിലും കാഴ്ചവെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും സംശയമാണ്. അത്രമാത്രം വളരെ വിജയകരമായിട്ട് ജനങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന തരത്തിലാണ്
ഒരു നേരത്തെ വിശപ്പകറ്റാൻ വേണ്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൂട്ടത്തോടെ അവർക്ക് ആശുപത്രിയിലെ ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ഒരു രീതി കൊണ്ടുവന്നത്. ഡിവൈഎഫ്ഐ അത്തരത്തിൽ കൊണ്ടുവന്ന ആ ഒരു പദ്ധതിക്കെതിരെ ആരോഗ്യ വകുപ്പ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉന്നയിച്ചിരുന്നു. അതായത് ഈ പറയുന്നത് പോലെ സർക്കാർ ആശുപത്രികളിലെ പല ഏരിയകളും ഇത്തരത്തിലുള്ള സംഘടനകൾ കൈവശപ്പെടുത്തി വെച്ച് അവിടെ ഇത്തരത്തിൽ മറ്റ് വീടുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ചോറ്, ഭക്ഷണം അത് സ്വന്തം പാർട്ടി സംഘടനയുടെ പേരിൽ അവർ വിതരണം ചെയ്യുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപമൊക്കെയാണ് ആരോഗ്യമന്ത്രി ഉന്നയിച്ചത്. പക്ഷേ ഈ പറയുന്ന പൊതിച്ചോറ് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് പോലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി വാങ്ങിക്കൊണ്ടുവരുന്നതാണെങ്കിൽ അവിടെ ഒരു അധ്വാനമുണ്ട് എന്നുള്ളത് ഓർക്കണം. ഒരു പറ്റം യുവാക്കൾ അവരുടെ ജോലിയും അവരുടെ സമയവും ചിലവിട്ടുകൊണ്ടാണ് ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഞങ്ങളിങ്ങനെ ഒരു ഫുഡ് കൊടുക്കുന്നുണ്ട്, ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് സഹായിക്കാമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നതും കൃത്യസമയത്ത് അവർ അത് കളക്ട് ചെയ്ത് ആശുപത്രിയിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് ഇപ്പോൾ പാർട്ടിയുടെ കൊടി ആ ഒരു ഫുഡ് വിതരണം ചെയ്യുന്ന ഒരു സമീപ പ്രദേശത്തുണ്ട് എന്നതുകൊണ്ട് ആ ഒരു ഫുഡിന്റെ പേരിൽ അവർക്ക് ആർക്കും ഒരു വിഭാഗീയതയോ ഒരു മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഡിവൈഎഫ്ഐയുടെ ഫുഡാണിത്, ഇത് ആ പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമാണ് എന്നത് ഇന്നേ വരെ അവർ പറഞ്ഞിട്ടില്ല. അവരവിടെ ആ ഭക്ഷണം പ്രതീക്ഷിച്ചു വരുന്ന എല്ലാ മനുഷ്യരെയും ജാതിയോ മതമോ പാർട്ടിയോ ഒന്നും തന്നെ നോക്കാതെ ഏത് മനുഷ്യനാണോ ഭക്ഷണം വേണ്ടത് അവരെ വിശപ്പടക്കി കൂടെ ചേർക്കുക എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിലൂടെയാണ് അത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. പക്ഷെ അതിന് പോലും വലിയ രീതിയിലുള്ള എതിർപ്പുകളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ നടന്നിരുന്നു. എന്തായാലും അത്തരം ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വീണ്ടും എയറിലായിരിക്കുന്നത്. കാരണം ഓപ്പറേഷൻ പവർ കട്ടാണെങ്കിൽ ഓപ്പറേഷൻ പവർ കട്ട് കഴിഞ്ഞ് നടത്തിക്കൂട്ടെ എന്നുള്ള നിസാരവൽക്കരിച്ചുള്ള ആ ഒരു മറുപടി അത് പാലോടെ സാഹചര്യത്തിൽ ഒരു പക്ഷേ യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ ആരോഗ്യ മേഖലയാണ്, മനുഷ്യന്റെ ജീവൻ വെച്ചുള്ള കളിയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പരാമർശം അത് വളരെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം സെൻസിറ്റീവായിട്ട് മാറിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.